അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക പൗലോസ് അപ്പോസ്തലനിലൂടെ. ശരീരത്തിൽ വസിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയിൽ, നമ്മൾ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന കാലത്തെയാണ് ശരീരത്തിൽ വസിച്ചാലെന്ന് പറഞ്ഞത്. ശരീരം വിട്ടാലെന്ന് പറഞ്ഞാൽ ഈ ശരീരം ഇവിടെ ഇട്ടിട്ട് നമ്മുടെ ആത്മാവ് എടുക്കപ്പെട്ടാലും, ബോത്ത് രണ്ട് സാഹചര്യമാണെങ്കിലും, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ, ആരെ? ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ, ഞങ്ങളുടെ രക്ഷിതാവായവനെ, ഞങ്ങളുടെ രാജാവായവനെ, ആ കർത്താവായ യേശുവിനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അപ്പൊ എന്താണ് നമ്മുടെ അഭിമാനം? ഞാൻ ശരീരത്തിൽ ഇരുന്നാലും സ്തോത്രം, ശരീരം വിട്ടാലും സ്തോത്രം. രണ്ടിലാണെങ്കിലും ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്? യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ അല്ല, യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല രീതിയിൽ ജീവിക്കാം. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം, മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇഷ്ടം ചെയ്ത്, മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞ്, മനുഷ്യന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിച്ച്, മനുഷ്യന് ഇഷ്ടമായ രീതിയിൽ ഇടപാടുകളൊക്കെ നടത്തി നമുക്ക് മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നത് നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകരുത്. പിന്നെ ആരെ പ്രസാദിപ്പിക്കുന്നവരാകണം? നമ്മൾ നമ്മുടെ രക്ഷകനായ യേശുവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. ആമേൻ. യേശുവിനെ പ്രസാദിപ്പിക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ യേശുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നത്? യേശുവിൻ്റെ വചനം അനുസരിച്ച്, യേശുവിൻ്റെ വചനപ്രകാരം ചിന്തിച്ച്, യേശുവിൻ്റെ വചനപ്രകാരം പ്രവർത്തിച്ച്, യേശുവിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരെ പ്രസാദിപ്പിക്കുന്നവരാകും? നമ്മൾ യേശുവിനെ പ്രസാദിപ്പിക്കുന്നവരാകും. അവൻ നമുക്കറിയാം, ദാനിയേൽ, അവർ പരദേശികളായി, പ്രവാസികളായി പാർക്കുന്ന സ്ഥലത്ത് അവർക്ക് വേണമെങ്കിൽ ആ രാജാവിനെയും അവിടെ ഉള്ളവരെയും പ്രസാദിപ്പിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അവരെന്ത് ചെയ്തു? അവർ ന്യായപ്രമാണം അനുസരിച്ച് ദൈവഹിത പ്രകാരം അവരായിരുന്നത് കൊണ്ട് അവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു, മനുഷ്യനെ പ്രസാദിപ്പിച്ചില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. കേട്ടോ, നമ്മൾ ആരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം? നമ്മൾ ഒരുപക്ഷെ തനിച്ച് നമ്മുടെ കോളേജിലിരിക്കുന്ന സമയമാകാം, തനിച്ച് സ്കൂളിലിരിക്കുന്ന സമയമാകാം, ജോലി സ്ഥലത്തിരിക്കുന്ന സമയമാകാം. ഒരുപക്ഷെ നമ്മുടെ സഭയിലെ വിശ്വാസികളോ ദൈവദാസനോ ആരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. നമ്മളെ അറിയുന്നവരാരും ഉണ്ടാകത്തില്ല. നമ്മൾ ഒരുപക്ഷെ പ്രത്യേക ഒരു സ്ഥലത്തായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോളം, നമ്മളെ കാണുന്ന ഒരു കണ്ണ് സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കിയിരിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് എവിടെയാണെങ്കിലും അവൻ സർവ്വവ്യാപിയായ ദൈവം നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം വേണം നയിക്കുവാൻ. കേട്ടോ.